ഗുഡ് സർട്ടിഫിക്കേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം ഈ മുസ്ലിം പശ്ചാത്തലമുള്ള പാർട്ടികൾക്കുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്രിവിലേജുകളൊന്നും അത്തരം പാർട്ടികൾക്ക് ഉണ്ടാവില്ല എന്ന വസ്തുതയും അവിടെയുണ്ട്. ഏത് മുന്നണിയാണെങ്കിലും അത് LDF ആകട്ടെ UDF ആകട്ടെ ഈ നിലയിലുള്ള വ്യത്യസ്ത ട്രെൻഡുകളെ, സോഷ്യൽ ട്രെൻഡുകളെ, പൊളിറ്റിക്കൽ ട്രെൻഡുകളെ സമാഹരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന ശുദ്ധിവാദവും ശുദ്ധി സർട്ടിഫിക്കറ്റും നോക്കുക, അത് അത്ര ശരിയായ രാഷ്ട്രീയം എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അപ്പോഴും ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം NDA യിലുള്ള ഒരാൾക്ക്, NDA യിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് എളുപ്പം UDF ൽ വരാൻ പറ്റുന്നുണ്ട്, NDA യിൽ ഉണ്ടായിരുന്ന ആളുകൾ LDF ലും വരാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് സാധ്യമല്ലാത്ത ഒരു കൂട്ടർ, അതും കൂടി പറഞ്ഞ് അവസാനിക്കും, അത് സാധ്യമല്ലാത്ത ഇന്ത്യയിൽ ഒരേ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ മുസ്ലിം പശ്ചാത്തലമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മാത്രമായിരിക്കും. അപ്പോൾ INL LDF ൽ കയറിക്കൊണ്ട് 25 വർഷം കോലായിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യ മുന്നണി എല്ലാ തരത്തിലുള്ള ആളുകളെയും ചേർത്തുകൊണ്ട് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുമ്പോൾ ശിവസേന വരെ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ MIM-നെ അതിലെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത് ഇന്ത്യയിൽ സവിശേഷമായ ഒരു ശുദ്ധി സർട്ടിഫിക്കറ്റ്, ഗുഡ് സർട്ടിഫിക്കേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം ഈ മുസ്ലിം പശ്ചാത്തലമുള്ള പാർട്ടികൾക്കുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്രിവിലേജുകളൊന്നും അത്തരം പാർട്ടികൾക്ക് ഉണ്ടാവില്ല എന്ന വസ്തുതയും അവിടെയുണ്ട്.